എനിക്ക് ഒട്ടും തീരെ വയ്യാതെ വരികയും നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് എൻ്റെ ശരീരം പോവുകയും ചെയ്തു. അതിനുശേഷം ഞാനിവിടെ UK നിന്ന് ഫെബ്രുവരി അവസാനം വന്നിറങ്ങിയത് വീൽ ചെയറിലായിരുന്നു. അപ്പം ന്യൂറോ വഴി എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം AChR എന്ന് പറഞ്ഞൊരു ഹോർമോൺ പോസിറ്റീവ് ആണെന്നും അത് മൈസ്തീനിയ ഗ്രേവിസ് ആണ് ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഒരു നേഴ്സായി എനിക്കറിയാം മൈസ്തീനിയ ഗ്രേവിസ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന്. ഞാൻ ഒത്തിരി മാനസികമായിട്ട് വേദനിച്ചു. ആ സമയത്ത് ഉടമ്പടി എടുക്കാം, ഈ രോഗം ഭേദമാവണം, പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇതിപ്പം 1 മാസമായിട്ട് ഞാൻ സ്റ്റിറോയിഡ് തുടങ്ങിയിട്ട് എനിക്ക് യാതൊരുവിധ മാറ്റവും വരുന്നില്ല. എൻ്റെ ശരീരം ഒന്നുകൂടെ വഷളാവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ന്യൂറോ ഡോക്ടറെ വേറൊരാളെ പോയി കണ്ടു. പരിശോധന ശേഷം ഡോക്ടർ പറഞ്ഞു AChR പോസിറ്റീവ് ആണെങ്കിലും നിന്റെ ശരീരത്തിൽ ഇപ്പം മൈസ്തീനിയയുടെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടമ്പടി എടുത്തില്ല ഞങ്ങൾ ആ സമയത്ത്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം തന്നെ മാതാവ് ഒരു മാറ്റം എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അതിന് മാതാവിന് 1000 നന്ദി.